ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. കരിക്കൻ ഷേക്ക് എൻ്റെ തൊണ്ട അടിച്ച് കളഞ്ഞു കേട്ടോ. അതുകൊണ്ട് സംസാരം വളരെ ബോറായിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ തന്നെ ബോറാണ്, ഇതും കൂടെ ആയപ്പോൾ കുറച്ചും കൂടെ ബോറാകും. രാവിലെ കുറച്ച് കണവ കിട്ടിയിട്ടുണ്ടായിരുന്നു. കണവയെ കൂന്തൽ എന്ന് പറയുമെന്ന് എനിക്ക് തോന്നുന്നു, എനിക്കറിയില്ല. എന്തായാലും ഞങ്ങളുടെ ഇവിടെ കണവയെന്നാണ് പറയുന്നത്. അത് നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അത് തീയൽ വെക്കാമെന്ന് വിചാരിച്ചു. അതിനായിട്ട് തേങ്ങ വറുത്തരച്ച് വെക്കാമെന്ന് വിചാരിച്ചു. അതിന് തേങ്ങ കുറച്ച് വറുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കൊച്ചുള്ളി ഇതിലിടണം. അതാണ് അതിൻ്റെ ഏറ്റവും നല്ല ടേസ്റ്റ്. ഇതെന്നല്ല, നമ്മൾ ഏത് തീയൽ വെച്ചാലും കൊച്ചുള്ളി ഇടുന്നതിന് പ്രത്യേക ഒരു ടേസ്റ്റാണല്ലോ. അപ്പോൾ അതുപോലെ ആസ് യൂഷ്വൽ ഈ ഒരു തീയലിലും കൊച്ചുള്ളി കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക്, തക്കാളി, ഇത് ഇത്രയാണ് മെയിനായിട്ട് വേണ്ടത്. പിന്നെ കുടംപുളി വേണമെങ്കിൽ ഇടാം, അല്ലാത്ത നമ്മുടെ പിഴിപുളി ഉണ്ടല്ലോ അത് വേണമെങ്കിൽ ഇടാം. കുടംപുളിക്ക് തോട്ടുപുളി എന്നും പറയും. അപ്പോൾ ഞാനിവിടെ തോട്ടുപുളിയാണ് എടുത്തത് കേട്ടോ. പിന്നെ കുറച്ച് വേപ്പിലയും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കടുകിട്ട് ഈ കൊച്ചുള്ളി ആദ്യം ഇടണം. ഈ കറിവേപ്പിലയും കൊച്ചുള്ളിയും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റി ഒരു ബ്രൗൺ കളർ ആവാറാകുമ്പോഴത്തേക്കാണ് ഈ തക്കാളിയും അതുപോലെ പച്ചമുളകും കൂടെ ഇട്ട് വഴറ്റേണ്ടത്. അത് ഏകദേശം ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ പൊടികളൊക്കെ ഇട്ട് കൊടുക്കണം. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, മുളക് പൊടി, ഇത്രയും പൊടികൾ ഇട്ട് കൊടുക്കണം. കുരുമുളക് പൊടി താല്പര്യമുള്ളവർക്ക് ഇടാം കേട്ടോ, ഞാൻ ഇട്ടിട്ടില്ലേ. അപ്പോൾ ഇതെല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം നമ്മുടെ തേങ്ങ വറുത്ത് വെച്ചേക്കുന്നുണ്ടല്ലോ, അത് നല്ല പേസ്റ്റ് പോലെ അരയ്ക്കണം. പേസ്റ്റ് പോലെ അരച്ച് അത് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഇതിൽ ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് മുങ്ങി കിടക്കാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. പിന്നെ നമ്മുടെ പുളിയും ഉപ്പും ഇട്ട് ഇത് നമ്മുടെ കണവയുടെ കഷ്ണങ്ങളും കൂടെ ഇട്ട് നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുക്കുക. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ, ഈ രീതിയിൽ വെച്ചിട്ടില്ലാത്തവർ. അടുത്ത മെനു ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത് ചക്ക അവിയൽ ഉണ്ടാക്കാനാണ് കേട്ടോ. ചക്ക നമുക്ക് എവിടെന്നെങ്കിലും കിട്ടിയാൽ പിന്നെ 2 ദിവസത്തേക്ക് ചക്ക കൊണ്ടുള്ള വിഭവങ്ങളായിരിക്കുമല്ലോ വീട്ടിൽ. ആദ്യം ഞാൻ ചക്കപ്പുഴുക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ ചക്ക അവിയലാണ് വെക്കാൻ പോകുന്നത്. അതിനായിട്ട് ചക്ക നന്നായിട്ട് അരിഞ്ഞ് എടുക്കണം. ഞാനിപ്പോൾ ഈ അരിഞ്ഞ കൺസിസ്റ്റൻസിയിൽ നിന്ന് കുറച്ചും കൂടി ചെറുതായിട്ട് അരിയണമെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും കേട്ടോ. ഇത് ഇച്ചിരി വലുതായി പോയിട്ടുണ്ട്. അത് അപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഏറ്റവും നൈസാക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ ഒരു തോരൻ പോലെയൊക്കെ നമുക്ക്, അപ്പോൾ അവിയൽ എന്ന രീതിയിൽ നമുക്ക് പറയത്തില്ല, തോരൻ എന്ന പറയുന്ന രീതിയിലാണ്. എന്നിട്ട് അതിനകത്തോട്ട് തേങ്ങ ചതച്ചിടണം. തേങ്ങയുടെ അരപ്പിൽ വേണ്ടത് നല്ലോണം ഒരു 4-5 അല്ലി വെളുത്തുള്ളി, ചെറുതാണെങ്കിൽ 4-5 അല്ലി വെളുത്തുള്ളി വേണം. പിന്നെ ജീരകം, മഞ്ഞൾപ്പൊടി, പച്ചമുളക്, കറിവേപ്പില, ഇതെല്ലാം കൂടെ അരയ്ക്കണം. കറിവേപ്പില ലാസ്റ്റ് മാത്രമേ അരയ്ക്കാവൂ കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ അത് മൊത്തത്തിൽ അരഞ്ഞു പോകും. അതുപോലെ മുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. ചിലയിടത്തൊക്കെ പച്ചമുളക് ചേർക്കത്തില്ല, മുളക് പൊടിയാണ് ചേർക്കുന്നത്. പക്ഷേ ഞങ്ങൾ പച്ചമുളകാണ് ചേർക്കുന്നത്. ഈ ഭാഗത്തെല്ലാം പച്ചമുളകാട്ടോ, അങ്ങനെ മുളക് പൊടി ചേർക്കത്തില്ല. പക്ഷേ ചില സ്ഥലങ്ങളിലോട്ട്, എനിക്ക് തോന്നുന്നു കൊല്ലം സൈഡിലോട്ടൊക്കെ പോകും തോറും അത് മുളക് പൊടിയാണ് ചേർക്കുന്നത്. പച്ചമുളക് അവർ അധികം യൂസ് ചെയ്യാറില്ല. ഞാൻ മിക്ക കറികളും കാണുമ്പോഴത്തേക്ക് ഇപ്പം പുളിശ്ശേരി, മോര് കറി ആയാലും അതുപോലെ തോരൻ ഐറ്റംസ് ആയിരുന്നാലും ഇങ്ങനെ ചക്ക വേവിക്കുമല്ലോ, ഉടച്ച് എടുക്കുന്ന ഐറ്റംസ് ആയിരുന്നാലും എല്ലാം മഞ്ഞ കളറായിരിക്കില്ല, ഒരു ഓറഞ്ച് കളറായിരിക്കും. അതായത് നമ്മൾ പച്ചമുളകിന് പകരം മുളക് പൊടിയായിരിക്കും ചേർക്കുന്നത്. പക്ഷേ ഞങ്ങളിവിടെ പച്ചമുളകാണ് ചേർക്കുന്നത്. കൊല്ലം സൈഡാണെന്ന് എനിക്ക് ഉറപ്പില്ല കേട്ടോ, തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണേ. പിന്നെ ഈ ചക്ക വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കണം കേട്ടോ. ചില ചക്ക ഒരുപാട് വേവുള്ളതായിരിക്കും, ചിലത് പെട്ടെന്ന് വേവും. അപ്പോൾ അതനുസരിച്ച് വെള്ളം ഒഴിക്കുക. ഉപ്പിട്ട് അടച്ചിച്ച് വേവിക്കുക. ഒരു കുറച്ച് വെന്ത് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ നടുക്കൊരു കുഴി ഒഴിച്ചിട്ട് അതിനകത്ത് അരപ്പിട്ട് ഒന്നും കൂടെ മൂടി വെച്ച് നന്നായിട്ട് ആവിയേറ്റി വേവിക്കണേ. അപ്പോൾ അരപ്പുമൊക്കെ നന്നായിട്ട് ആവിയേറി വെന്തോളും. അതിനുശേഷം ഞാൻ ഇതിൽ കൂടെ കരിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ആ ഒരു വെള്ളം കംപ്ലീറ്റ് ആയിട്ട് വറ്റുമ്പോഴത്തേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി മണ്ടയിൽ കൂടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നമ്മൾ അവിയൽ ചെയ്യുന്ന സെയിം പ്രോസസ്സ് തന്നെയാണ്. അപ്പോൾ നല്ലൊരു മണം വരും കേട്ടോ. എന്നിട്ട് നന്നായിട്ട് തോത്തി വെള്ളമെല്ലാം വറ്റിച്ച് നല്ല ഡ്രൈ ആയിട്ടുള്ള രീതിയിൽ എടുക്കാം. കുറച്ചുകൂടെ കുഴച്ചെടുക്കണമെന്നുള്ളവർക്ക് എടുക്കാം, പക്ഷേ ഈ ഒരു പരുവാണ് ഞങ്ങൾക്കിഷ്ടം. ചക്കയവിയലും മീൻകറിയും നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഇന്നപ്പോൾ ചക്കയവിയലും മീൻകറി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ തീയലാണ്. ഇതൊക്കെ കൂട്ടിയുള്ള ഒരു ഊണ് കഴിപ്പ് എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക സ്വാദ് തന്നെയാണ്. കാരണം ചക്കയൊന്നും നമുക്ക് എപ്പോഴും കിട്ടുന്ന കാര്യങ്ങളല്ലല്ലോ. അപ്പോൾ വല്ലപ്പോഴും മാത്രം കിട്ടുമ്പോൾ അതിന് സ്വാദ് ഏറെ ആയിരിക്കും. അപ്പോൾ തീയൽ നന്നായിട്ട് വറ്റി പുളിയും ഉപ്പും ഒക്കെ നല്ല പാകത്തിനായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂട്ടി ചോറ് കഴിച്ച് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.